നമസ്തേ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി RSS പ്രചാരകനാണ്. ആത്യന്തികമായി സ്വയം സേവകനാണ്. മുഖ്യമന്ത്രിയല്ല, പ്രധാനമന്ത്രിയല്ല. നാളെ ഇനി ഇന്ത്യൻ പ്രസിഡന്റ് ആയാലും ശരി, മോദി എന്നും പ്രചാരകൻ തന്നെയായിരിക്കും. പറയാൻ കാരണം, സകല മാധ്യമങ്ങളും യുദ്ധകാഹളം മുഴക്കി മോദി എന്ത് ചെയ്യും, എന്താ വൈകുന്നത്, തേങ്ങുടയ്ക്ക് സ്വാമി എന്ന ലൈനിലേക്ക് മാറിയിട്ടുണ്ട്. ഉറി ആക്രമണം കഴിഞ്ഞ് 10 ദിവസം കഴിഞ്ഞപ്പോഴും ബലാക്കോട്ടിൽ 11 ദിവസം കഴിഞ്ഞപ്പോഴും ഇന്ത്യ തിരിച്ചടിച്ചു. ഇതിപ്പോൾ 12 ദിവസം കഴിഞ്ഞുള്ളൂ എന്നൊക്കെയാണ് ഉത്കണ്ഠകൾ. പതിയെ നറേറ്റീവുകൾ മാറ്റാനുള്ള ശ്രമവും തുടങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ കൊണ്ടാണ് മോദി ആരാണെന്ന് ആദ്യമേ തന്നെ അങ്ങ് പറഞ്ഞത്. ഒരു പ്രചാരകൻ എങ്ങനെയായിരിക്കണം എന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് മോദി. സ്ഥിര പ്രതിജ്ഞാബദ്ധനാണ്. ഈ ആവേശ കമ്മിറ്റിക്കാരുടെ പിടികേറ്റലിലൊന്നും അങ്ങേര് വീഴില്ല എന്ന് മാത്രമല്ല, എതിർത്താലും ശരി, ചെയ്യേണ്ട സമയത്ത് ചെയ്യേണ്ടതുപോലെ നല്ല വൃത്തിക്കങ്ങ് ചെയ്യുകയും ചെയ്യും. പുള്ളി ചെയ്യാൻ പോകുന്നത് എന്താകുമെന്ന് ഒരുത്തിനും ഒരു പിടിയും കിട്ടില്ല. എന്നാലും മോദി ചെയ്യാൻ പോകുന്ന ഒരു കാര്യം ഊഹിച്ചു പറയാം. 3 സേനകളുടെയും തലവന്മാർക്ക് പരിപൂർണ സ്വാതന്ത്ര്യം കൊടുത്ത് സമയവും നിശ്ചയിച്ചു കൊള്ളാൻ പറഞ്ഞത് നമ്മൾ കണ്ടതാണല്ലോ. അതിനനുസരിച്ച് സേനകൾ തയ്യാറെടുപ്പിലുമാണ്. ഇപ്പോൾ ഓരോ സേനകളുടെയും തലവന്മാരുടെയും പ്രത്യേകമായി കാണുകയും ചെയ്തു. ഈ കൂടിക്കാഴ്ചയിൽ വളരെ ബുദ്ധിമുട്ടുള്ള ഒരേയൊരു കാര്യം ഈ 3 സേനാ തലവന്മാരോടും പറഞ്ഞു കാണും. അതാണ് ഇനി പറയുന്നത്. യുദ്ധമോ ആക്രമണമോ എന്തായാലും ശരി, നമ്മുടെ സൈനികർ കൊല്ലപ്പെടാൻ പാടില്ല, അഥവാ ക്യാഷ്വാലിറ്റി മിനിമം ആയിരിക്കണം എന്നതാവും ആദ്യത്തേത്. രണ്ടാമത്തേത്, എത്ര ശക്തിയായ ആക്രമണമായാലും ശരി, പാകിസ്ഥാനിലെ സാധാരണ ജനങ്ങളെ അഥവാ സിവിലിയൻസിനെ കൊല്ലാൻ പാടില്ല എന്നതാകും മോദിയിലെ പ്രചാരകൻ സേനാ തലവന്മാരോട് ആവശ്യപ്പെട്ടിട്ടുണ്ടാകാം. അതേസമയം പാകിസ്ഥാൻ അണുബോംബെടുത്താൽ പിന്നെ പൊടി പോലും ബാക്കി വെച്ചേക്കേണ്ടതില്ല എന്നും പറഞ്ഞേൽപ്പിച്ചിട്ടുണ്ടാകും. ഒപ്പം സമ്പൂർണ്ണ വിജയത്തിൽ കുറഞ്ഞതൊന്നും സ്വീകാര്യമല്ല എന്നത് കൂട്ടിച്ചേർത്ത് കാണാം. കാത്തിരിക്കാം, എന്തും സംഭവിക്കാം.